ആഫ്റ്റർ ലോങ് ടൈം ഞാൻ എൻ്റെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഒരുപാട് പേർക്കുള്ള ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർ ഫുൾ ബോഡി ചെയ്യാറുണ്ട്, ഒരാൾക്കാർ അപ്പർ ആൻഡ് ലോവർ എന്നുള്ള രീതിയിൽ ചെയ്യാറുണ്ട്. സോ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ബോഡി ഫാറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. 88 ആണ് എൻ്റെ കറണ്ട് ബോഡി വെയിറ്റ്. അതുപോലെ തന്നെ സ്ട്രെങ്ത്ത് വളരെ വീക്കാണ്, ഫ്രെയിം ഔട്ടാണ്. അപ്പോൾ എനിക്ക് ഡെൽറ്റോയിഡ് ഇഞ്ചറീസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. സോ എങ്ങനെയാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടെ നിങ്ങളെ അറിയിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നാളുകൾ വർക്കൗട്ട് നമ്മൾ ചെയ്ത് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം എഗെയിൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ആവേശം കാണിക്കരുത്. വളരെ സ്ലോ ആയിട്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. വളരെ സ്ലോ ആയിട്ട് നമ്മൾ മസിൽ മെമ്മറി ചെയ്യുക, നമ്മൾ ബാക്കപ്പ് ചെയ്തുകൊണ്ട് വരിക, വളരെ റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യുക. നല്ല രീതിയിൽ ഹാൻഡ് റൊട്ടേഷൻസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ റെസിഷൻ ബാൻഡ് യൂസ് ചെയ്തിട്ട് മസിൽസിൻ്റെ ഫ്രീ റൊട്ടേഷൻസ് കാര്യങ്ങൾ, സ്ട്രെച്ചിങ്, പമ്പിങ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കുക. അതുകൂടാതെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഹാർട്ടിൻ്റെ ബീറ്റ് ഒരു പരിധിക്കപ്പുറം മുകളിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഇൻറ്റൻസിറ്റി കുറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ഓരോ ആക്ടിവിറ്റീസിൻ്റെ ഇടയിലും പോസിംഗ് ഒക്കെ ജസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു സെൽഫ് മോട്ടിവേഷൻ നമുക്ക് കിട്ടാനായിട്ട് നമ്മളെ സഹായിക്കും. ഒരുപാട് പേര് ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, കുറേ നാളുകൾ വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നേരെ ജിമ്മിൽ പോയിട്ട് സാധാരണ എങ്ങനെയാണോ വർക്കൗട്ട് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ തന്നെ ചെയ്യുന്ന രീതി. വളരെ പെയിൻഫുൾ ആയിട്ടുള്ള മസിൽ പെയിനും കാര്യങ്ങളെല്ലാം അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയായിരിക്കും അത്. അങ്ങനെ ചെയ്തിട്ട് യാതൊരു കാര്യവും കിട്ടാനില്ല. മേ ബി അതൊരു വലിയൊരു ഇഞ്ചറിയിലോട്ടും പോകാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. ഞാൻ ലോവർ ബോഡിയിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ച് നാൾ ഞാൻ വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ലോവർ ബോഡി സ്ട്രെങ്ത്ത് വളരെ ലോസ് ആയിട്ടും അതുപോലെ തന്നെ എൻ്റെ ഷോൾഡേഴ്സ് ഭാഗം വളരെ സ്ട്രെങ്ത്ത് ലോസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. സോ ഞാൻ ഇന്ന് ലോവർ ബോഡിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ സീറ്റഡ് കാഫ് ഞാനൊരു 2 സെറ്റ് ചെയ്തു, 10 numbers into 2 set. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്ക് ലെഗുകൾ ചെയ്തു, 10 numbers into 2 set. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റായിട്ട് ഞാൻ ചെയ്തത് ലെഗ് ഫ്രണ്ട് എക്സ്റ്റൻഷൻ 10 number into 2 set. ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തത്. വളരെ സാവധാനത്തിൽ മസിലിനെ മാത്രം ആക്ടിവേഷൻ ചെയ്യിക്കുന്നത് പോലെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. സോ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നാഗ്രഹിച്ചിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ കാണുന്ന നിങ്ങൾക്കോ ഇത് കണ്ട് മനസ്സിലാക്കിയിട്ട് വരും വീഡിയോസിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. എൻഡുറൻസ് കൂട്ടുന്നതും അതുപോലെ തന്നെ നമ്മുടെ പഴയ റൊട്ടീനിലോട്ട് എങ്ങനെയാണ് നമ്മൾ പോകേണ്ടതെന്നും എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്.